ഹായ് ഫോക്സ്, നമ്മളുള്ളത് ടാറ്റ സഫാരി ഡാർക്ക് എഡിഷനാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു POV ഡ്രൈവാണ് നമ്മൾ ചെയ്യാൻ പോണത്. വണ്ടി നല്ലൊരു സെറ്റ് വണ്ടിയാണ്. സാധനത്തിന്റെ കിലുക്കം ആ ട്രൈപോഡിന്റെ അറ്റത്തെ സാധനല്ലേ. അടുത്ത സഫാരി ഡാർക്ക് എഡിഷൻ, അതും 36 ആണല്ലോ വയ്ക്കും. ഇതിൻ്റെ റൈഡിങ് കംഫോർട്ടും എല്ലാം പക്കയാണെങ്കിലും ഇതിൻ്റെ ബ്രേക്ക് ഇച്ചിരി സോഫ്റ്റ്വെയർ സൈഡിലാണ്. അപ്പോൾ ഇതൊരു ബിഗിനർ ഫസ്റ്റ് ടൈം ഓടിക്കണ ആൾക്കെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ചവിട്ടുമ്പോഴത്തേക്കും ആദ്യത്തെ കുറച്ച് പോയിന്റ് കിട്ടാണ്ട് വരുന്ന പോലെ തോന്നും. പക്ഷെ അത് ബ്രേക്ക് അപ്ലൈ ആണെങ്കിലും എന്തോ ഒരു മിസ്സിങ് പോലെ തോന്നും നമുക്ക്. അയ്യോ ഇതെന്താ ബ്രേക്ക് ആവാത്തെന്നോ അങ്ങനൊരു ഫീല് വരും. ഭയങ്കര ലൈറ്റാണത്. ഒരു ഇത് കൂടെ ഉള്ളൂ, ഇത്രയും വെയിറ്റുള്ള വണ്ടിയും കൂടെ ആകുമ്പോഴത്തേക്കും നമ്മൾ അത് ചിന്തിക്കാണ്ടൊക്കെ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പം എന്തെങ്കിലുമൊക്കെ പറ്റിപ്പോവും ഫസ്റ്റായിട്ട് ഓടിക്കണവരൊക്കെ. ആ ഒരു പ്രശ്നം മാത്രമേ ഇങ്ങനെയുള്ള ഉള്ളൂ. അല്ലാണ്ട് ഈ വണ്ടി പക്ക നമുക്ക് എത്ര ഈസി ആയിട്ടാണെങ്കിലും കൊണ്ടു നടക്കാം. ഒരു വലിയ വണ്ടി, റോഡ് പ്രസൻസും കിട്ടും, ഭയങ്കര ഈസിയാണ് ഓടിക്കാൻ. പണ്ടത്തെ വണ്ടിയുടെ ഒരു സ്റ്റിയറിംഗ് കംപ്ലൈൻറ്റോ ഒന്നുമില്ല ഇതിന്. ടാറ്റ ഇപ്പോൾ കുറേ പുരോഗമിച്ച്, സർവീസൊക്കെ ഇതിൻ്റെ ഇത്രയും നാൾ നോക്കിയിട്ടും കുഴപ്പമൊന്നുമില്ലാത്ത രീതിയിലാണ് ഓണർ പറയുന്നത്. എന്ത് റോയ്ക്കെന്നാ അങ്ങോട്ട് നടന്നു പോയി തീർക്കാന്നല്ല. സ്പോർട്സ് മോളൊക്കെ ഇട്ട് കാണിച്ചു തരാം. സെറ്റ് ചെയ്യാം. ഈ ഒരു മെയിൻ റോഡിൽ നിന്ന് ഇറങ്ങിയിട്ടിടാം.
ഒതുക്കിയിടണ്ട, റണ്ണിങ് ഇട്ടാ മൂടാ. ഇക്കോയിലൊക്കെ നമ്മുടെ ഈ ഒരു ത്രോട്ടിലൊക്കെ കൊടുക്കുമ്പോഴത്തേക്കും ഒന്ന് കയറാനൊന്ന് വണ്ടി മടിക്കും. ആ ഒരു സെറ്റപ്പിലാണ് എക്കോണമി മോഡൊക്കെ. സ്പോർട്സ് മോഡ് അങ്ങനെയൊന്നും അല്ല. നല്ലൊരു പട്ടപ്പട്ടയെന്ന് 2 ഗിയറൊക്കെ ഡൗൺ ചെയ്തിട്ട് നേരെ പുറക്കും. എക്കോണമി റെക്കോർഡ് ചെയ്യണ്ടല്ലോ അല്ലേ? 3 സീരീസ് എൻ്റെ അമ്മേ. നമുക്ക് ഇവിടുന്ന് സ്പോർട്സ് മോഡ് ഇടാം. കേട്ടോ, ഇതിലൊന്നും വണ്ടിയൊന്ന് അപ്ഷിഫ്റ്റ് ആകത്തില്ല. മറ്റേലൊക്കെ ഈ സമയത്ത് അപ്ഷിഫ്റ്റ് ആവും. ഡൗൺ ഷിഫ്റ്റിൽ തന്നെ ഇട്ട് വലിക്കും. സെറ്റപ്പ് അത്. പിന്നത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പാഡിൽ ഷിഫ്റ്റേഴ്സിലാണ്. നമുക്കൊരു മാനുവൽ മോഡിൽ ഇട്ട് ഓടിക്കുവാണെങ്കിലും ആ ഒരു നമുക്ക് ഫണ്ണ് കിട്ടത്തില്ല. ഒരു റെവായി വണ്ടി തന്നെ അപ്ഷിഫ്റ്റ് ചെയ്ത് കളയും. നമുക്ക് ഈ പാഡിൽ ഷിഫ്റ്റിൽ നമുക്ക് അപ്ഷിഫ്റ്റ് ആകാൻ വേണ്ടി സമ്മതിക്കത്തില്ല. അത് ഒരു റെവ് ലിമിറ്റ് ആകുമ്പോഴത്തേക്കും വണ്ടി തന്നെ അപ്ഷിഫ്റ്റ് ആകും. അത് ഇതിൻ്റെ ഒരു ഡൗൺ പോയിന്റ് ആണ്. നമുക്ക് ആ ഒരു മാനുവൽ ഫണ്ട് കിട്ടണമെങ്കിൽ ഇതിൻ്റെ ആ മാനുവൽ തന്നെ എടുക്കണം. പക്ഷേ ഇതിൻ്റെ മാനുവലിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ക്ലച്ച് ഇച്ചിരി ഹാർഡർ സൈഡാണ്. അപ്പോഴത്തേക്ക് നമുക്ക് ഡെയിലി ഡ്രൈവിനൊക്കെ കൊണ്ടു നടക്കുമ്പോഴത്തേക്ക് ഇച്ചിരി മടുക്കും, ചവിട്ടി അതാണ്. ഹെവിയർ സൈഡാണ് ക്ലച്ച്. പക്ഷേ നമുക്ക് ഓട്ടോമാറ്റിക്കലി ആ മാനുവലിൻ്റെ ഫണ്ട് അന്നേരം കിട്ടണമെങ്കിൽ പാഡിൽ ഷിഫ്റ്റേഴ്സ് അതിന് സമ്മതിക്കത്തുമില്ല, തന്നെ ഷിഫ്റ്റ് ആക്കി കളയുകയും ചെയ്യും. ഇതിൻ്റെ ട്രാൻസ്മിഷൻ വരുന്നത് ഒരു ടോർക്ക് കൺവേർട്ടറാണ്. നല്ല സ്മൂത്ത് ഷിഫ്റ്റിംഗ് ഒക്കെയാണ് ഇതിൻ്റെ അകത്തുള്ളത്. എടുത്തേ. ഏത്? ഓക്കെ ഓക്കെ ഓക്കെ. ഏത് അത്
Drive mode activated. ഇതിന് മൈലേജ് ഏകദേശം ഒരു 12-14 റേഞ്ച് കിട്ടാനുമുണ്ട്. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അവനാ സ്പീഡ് തന്നെ കണ്ടിട്ട് എടുത്ത് വെച്ചില്ലേ? Successfully completed. പുള്ളി നിൽക്കണുണ്ട്. ഈ ഒരു ഗ്ലാസ് മെറ്റീരിയലാണ്. ഇവിടെയൊക്കെ ഒരു സ്ക്രീൻ ഗാർഡ് ഒട്ടിച്ചിട്ടുണ്ട്. ഇപ്പം ഇത് ഒട്ടിച്ചിട്ടില്ലെങ്കിൽ നല്ല സ്ക്രാച്ച് ഒക്കെ ആവും, ഭയങ്കര വൃത്തികേടാവും. പിന്നെ ഒട്ടിക്കണം നല്ലതായിരിക്കും. ഇവിടെ നമുക്ക് ഹോൺ അടിക്കാം, ഇവിടെ ഹോൺ അടിക്കാം. പക്ഷെ ഐ പ്രിഫർ ദിസ്. I prefer something else. വെച്ചോ നല്ല രസമുണ്ടല്ലേ വണ്ടി. ടിൻ്റെ ഒക്കെ ചെയ്ത് ഫ്രണ്ടിൽ നിന്ന് ഉള്ളത്. ആ ബെൽറ്റ് ഇട്ടുണ്ടല്ലോ. ഇത് ഫ്രണ്ടിൽ നിന്ന് കാണത്തില്ലല്ലോ. ഇനിയും പോണടാ, കുറച്ചും കൂടെ പോണണ്ട. ഇത് അടച്ചേക്കല്ലേ. ചൂടടിക്കും അത് നല്ലോണം. രാത്രിയിലൊക്കെ ഇട്ട് പിടിക്കാൻ മൂടാ. മഴയുള്ളപ്പോ നൈസാ. ഞാൻ ഒരു പ്രാവശ്യം മറ്റേ ഇത് ഇവിടുന്ന് ഞങ്ങളെവിടെയാ ഗുരുവായൂർ പോയിട്ട് വന്നപ്പോഴാണ് തോന്നുന്നത്, നല്ല മഴ പെയ്തായിരുന്നു. രാത്രി പോണിത്ര വൈക്കാൻ റോഡില്ലേ, ആ റോഡിൽ കൂടെ നല്ല മഴ പെയ്ത് ഓടിക്കാൻ നല്ല രസമായിരുന്നു. ഇത് മറ്റേ സാധനം മാത്രം. റോയൽ ബ്രേക്കറി അത് തന്നെ. I said Lowe's in the green room. Check it out.